ആക്ട് എന്ന് പറയുന്ന 2025 അന്താരാഷ്ട്ര സെമിനാറിൽ 50ഓളം റിസോഴ്സ് പേഴ്സൺസ് പങ്കെടുക്കുന്നുണ്ട്. ആ വിവിധ മേഖലകളിൽ ഈ വിവിധ സബ്ജക്റ്റുകളെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് ചർച്ച ചെയ്യുകയും 50ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതെ, പിന്നെ മാത്രമല്ല റിസർച്ച് സ്കോളേഴ്സ്, എമിനൻ്റ് ആയിട്ടുള്ള അക്കാഡമിഷ്യൻസ്, ടീച്ചേഴ്സ് ഇവരെല്ലാവരും തന്നെ 3 ദിവസങ്ങളിലായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നമ്മുടെ കുട്ടികൾ എല്ലാ വെന്യൂസിലും വന്നിരുന്ന് അതെല്ലാം കേട്ട് അവരുടെ ഏറ്റവും മികച്ച പഠനത്തിനും അവരുടെ ലക്ഷ്യപ്രാപ്തിക്കും ഉതകട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കുന്നത്. ഒരു ഡോക്ടറേറ്റ് എടുക്കാനായിട്ടുള്ള എല്ലാം ഒരു കളവൊരുക്കി കൊടുക്കുകയാണ്. അതെ 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 ഏറ്റവും മികച്ചത് നമ്മുടെ കോളേജിന് കൊടുക്കുക. വജ്ര ജൂബിലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും മികച്ച അക്കാഡമിക്കിൽ ഏറ്റവും മികച്ച ഒരു മേള തന്നെ നമ്മൾ ഒരുക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. നോളജ് മേള പറയാൻ പറ്റും. ഇതാണ് അത്യാവശ്യം വേണ്ടത്. DJ പാർട്ടിയെക്കാളിലും ഏറ്റവും DJ പാർട്ടി നിർത്തിയപ്പോൾ കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഏതാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടതെന്നുള്ളത് കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കണം. അത് വേണം നമുക്ക്. ഇപ്പം നമുക്ക് പഠിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം, ഉയരത്തിലെത്തുക. അതെ, കുട്ടികൾ DJ പാർട്ടിയായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളിപ്പോൾ 2-3 ലക്ഷം രൂപ ചിലവാക്കും, പക്ഷെ ഒരു കുട്ടിക്ക് ഏറ്റവും പാവപ്പെട്ട ഒരു കുട്ടിക്ക് നിങ്ങൾ 2000 രൂപ വെച്ച് കൊടുക്കുക. എന്തായാലും ഒരു ഇത്രയും പൈസ ചിലവാക്കുന്നതാണല്ലോ. നിങ്ങളുടെ യൂണിയൻ്റെ നമ്മുടെ കലാലയം എല്ലാവരും അറിയപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ യൂണിയൻ്റെ ഒരു പുതിയ സംരംഭമായിട്ട് അത് മാറുകയും ചെയ്യും. അത് നിങ്ങൾ വരും തലമുറയ്ക്കും വരും സമൂഹത്തിനും നിങ്ങളുടെ കുട്ടികൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സമൂഹത്തിന് പ്രചോദനമാകുന്ന രീതിയിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അത് ഇത് DJ പാർട്ടി മാറ്റിയിട്ട് കുട്ടികളുടെ മൈൻഡ് അങ്ങനത്തേക്ക് മാറ്റി എടുക്കണമെന്ന് എന്നെങ്കിലേ ശരിയാവുള്ളൂ. കാര്യം അത് ഒന്നും ചെയ്തിട്ടില്ല, ഒരു കുട്ടികളും ഒരു യൂണിയനും ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ സ്കൂളുകളിലൊക്കെ ചെയ്യുന്നുണ്ട്, സഹപാഠിക്കൊരു ഭവനമൊന്നും പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ DJ പാർട്ടിക്ക് വേണ്ടി 3-4 ലക്ഷം രൂപ ചിലവാക്കുമ്പോഴേ ഞാൻ പറയുന്നത് അതാണ് പോക്കറ്റ് മണി കൊണ്ടുവന്നിട്ടാണ് അവർ തരുന്നത്. അപ്പോൾ ഈ ഐസ്ക്രീം മേടിച്ച് കഴിക്കേണ്ടതായിരിക്കും അത് ഒരു പാവപ്പെട്ട കുട്ടിക്ക് വേണ്ടി കൊടുക്കുന്നതെന്നുള്ള രീതിയിൽ ഇവിടെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവാർഡ് കിട്ടിയപ്പോഴും NSS പ്രോഗ്രാം ഓഫീസർ ബെസ്റ്റ് വോളണ്ടിയർ അവാർഡ് കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങളല്ല. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേ ഒരാളിനോടുള്ള ഒരു ദയാവായിട്ട് ഗുരു പറയുന്നുണ്ട്, അതെ, കരുണയുള്ളവനാണ് ജീവിതം. ആ കരുണ നമുക്ക് ബുക്കിൽ കൂടെ പഠിപ്പിക്കാൻ പറ്റുകയില്ല. ഞാൻ എന്നിട്ട് പിന്നെ ഈ യൂണിയൻ്റെ ഒരു പയ്യനുണ്ട്, അവനോ ഞാൻ ഒരുപാട് പ്രമോഷൻ കൊടുത്തു. നിൻ്റെ പഠിക്കുന്ന നിൻ്റെ കോളേജ് ലോകം മൊത്തം അറിയപ്പെടും, കേരളത്തിൽ അറിയപ്പെടും. നീ ഇത് ഇത്രയും പൈസ ഇത്രയും കുട്ടികൾക്ക് കൊടുക്കുന്നു, നമുക്കെല്ലാം മീഡിയക്കാരെയും വിളിക്കാം, അതൊരു പ്രൊമോഷനാകട്ടെ, നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കോളേജുകൾക്കും അതൊരു മാർഗദർശനമാകട്ടെ എന്നൊക്കെ ഞങ്ങൾ ഒത്തിരി നിർബന്ധിച്ചു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇല്ല പിള്ളേർക്ക് വേണ്ടതെന്നാണ് ഇത് DJ പാർട്ടിയാണ് വേണ്ടത്. എൻ്റെ അടുത്ത് സമ്മതിച്ചിട്ടും പിന്നെ ഒന്ന് മാറ്റി അങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ അക്രമാസക്തമാകാതെ സമാധാനപൂർവ്വം നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഏതോ ഒരു കോളേജിൽ നടന്നിട്ട് അവിടെ അപകടമെല്ലാം ഉണ്ടായില്ല. ഉണ്ടായിരുന്നു. അതിന് ശേഷം ഗവൺമെൻറ്റിന് ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അത് ചെയ്യാൻ പാടില്ല, നമ്മൾ അത്ര നിർബന്ധിച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം പ്രോട്ടോകോൾ പറയുന്നുണ്ട്. ടീച്ചേഴ്സ് റിസ്ക് എടുക്കണം, ബാക്കി അവർ പറയുന്ന പ്രോട്ടോകോൾ മൊത്തം നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്യണം. അതിനുശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ.